ഹലോ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ക്വാളിറ്റി പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുന്ന വീട് എറണാകുളം ജില്ലയിലെ കാക്കനാട് അടുത്തായിട്ട് പുക്കാട്ടുപടിയിലാണ്. 4.5 സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ 2000 സ്ക്വയർ ഫീറ്റ് 4 ബെഡ്റൂമിലാണ് ഈ വീട് പണി കഴിപ്പിച്ചിട്ടുള്ളത്. ബസ് റൂട്ടിൽ നിന്ന് വെറും 300 മീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം. കിഴക്കമ്പലം 2020 പഞ്ചായത്തിലാണ് ഈ വീട് വരുന്നത്. ഈ വീട്ടിൽ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 9 കിലോമീറ്ററും എടപ്പള്ളിയിലേക്ക് 11 കിലോമീറ്ററും സമാരിട്ടൻ ഹോസ്പിറ്റലിലേക്ക് 1.7 കിലോമീറ്ററും കൊച്ചിൻ ഇൻ്റർനാഷണൽ സ്കൂളിലേക്ക് 1.5 കിലോമീറ്ററും എയർപോർട്ടിലേക്ക് 20 കിലോമീറ്ററും ആലുവയിലേക്ക് 7 കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നുള്ളൂ. സ്ലൈഡിംഗ് ഫോൾഡിംഗ് ഗേറ്റുകളാണ് ഈ വീട്ടിൽ കൊടുത്തിട്ടുള്ളത്. വീടിൻ്റെ 2 സൈഡിലും വഴിയാണ്. ഗേറ്റ് തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഈ വീടിൻ്റെ മുറ്റത്താണ്. മുറ്റത്ത് കട്ടയൊക്കെ വിരിച്ച് ആർട്ടിഫിഷ്യൽ ഗ്രാസിൻ്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഈ വീടിൻ്റെ പ്രധാന ജലസ്രോതസ് കിണർ വെള്ളമാണ്. കൂടാതെ കേരള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ കണക്ഷനും ഇവിടെ അവൈലബിൾ ആണ്. 2 കാറുകൾ ഒരേ സമയം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഈ വീട്ടിലുണ്ട്. നമുക്കിനി വീടിൻ്റെ മുറ്റത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. സൈഡിലായിട്ട് ഇവിടെ ഒരു വർക്ക് ഏരിയ പണിതെടുക്കാനുള്ള സ്ഥലമുണ്ട്. പുറകിലായിട്ട് ഒരു പച്ചക്കറിത്തോട്ടമൊക്കെ പണിയാനുള്ള സ്ഥലവും ഇവിടെ ഉണ്ട്. ചെറിയൊരു പച്ചക്കറിത്തോട്ടം പണിയാനുള്ള സ്ഥലം ഇവിടെ ഉണ്ട്. ഈ സൈഡിലായിട്ട് ചെറിയൊരു ഗാർഡൻ ഉള്ള സ്പേസാണ് കൊടുത്തിട്ടുള്ളത്. സിറ്റ് ഔട്ട് കൊടുത്തിരിക്കുന്നത് ഗ്രാനൈറ്റിലാണ്. 5 കസേര ഇടാനുള്ള സ്പേസാണ് ഈ സിറ്റ് ഔട്ടിലുള്ളത്. സൈഡിലായിട്ട് 3 പാളിയുടെ ഫ്രഞ്ച് വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഈ വീടിൻ്റെ മര ഉരുപ്പടികളൊക്കെ ചെയ്തിട്ടുള്ളത് ആഞ്ഞിലി മഹാഗണി മരങ്ങളിലാണ്. നല്ലൊരു ഫ്രണ്ട് ഡോറാണ് കൊടുത്തിട്ടുള്ളത്, നല്ലൊരു ഡിസൈനിലുള്ളത്. ഡോർ എന്ന് പറയുന്നത് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഈ വീടിൻ്റെ വിസിറ്റിംഗ് റൂമിലേക്കാണ്. വലിയൊരു TV യൂണിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സീലിങ്ങിൽ ജിപ്സം സീലിംഗ് കൊടുത്തിട്ടുണ്ട്. സൈഡിലായിട്ട് മറ്റൊരു 3 പാളി ജനലും ഇവിടെ കൊടുത്തിട്ടുണ്ട്. വിസിറ്റിംഗ് റൂമിൽ നിന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഈ വീടിൻ്റെ ഡൈനിങ് ഏരിയയിലേക്കാണ്. വലിയൊരു ഡൈനിങ് ടേബിൾ ഇടാനുള്ള സ്പേസ് ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെയും സീലിങ്ങിൽ ജിപ്സം സീലിംഗ് ഡിസൈൻ കൊടുത്തിട്ട് LED ലൈറ്റ് കൊടുത്താണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. സൈഡിലായിട്ട് ഒതുക്കിയിട്ട് വാഷ് ബേസും കൊടുത്തിട്ടുള്ളത്. സെറാ ബ്രാൻഡിൻ്റെ വാഷ് ബേസിനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ വീടിൻ്റെ താഴത്തെ നിലയിൽ 2 വലിയ ബെഡ്റൂമുകളാണ് വരുന്നത്. അതിലെ ആദ്യത്തെ ബെഡ്റൂമാണ് നമ്മൾ കാണുന്നത്. 3 പാളിയുടെ 2 ജനലുകൾ 2 സൈഡിലായിട്ട് കൊടുത്തിട്ടുള്ളത്. വലിയൊരു ബെഡ്റൂമാണത്. സൈഡിലായിട്ട് 3 ഡോറിൻ്റെ വാർഡ്രോബും കൊടുത്തിട്ടുണ്ട്. വി ഗാർഡ് ബ്രാൻഡിൻ്റെ വയറാണ് ഈ വീട്ടിൽ വയറിങ്ങിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. സീലിംഗിൽ LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഈ ബെഡ്റൂമിൻ്റെ ബാത്റൂം ഒന്ന് കാണാം. സെറാ ബ്രാൻഡിൻ്റെ ബാത്റൂം ഫിറ്റിങ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സാനിറ്ററി ഫിറ്റിങ്സ്. താഴത്തെ നിലയിൽ 2ാമത്തെ ബെഡ്റൂമാണ് അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത്. ഇവിടെയും 3 ഡോറിൻ്റെ വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. സൈഡിലായിട്ട് 3 പാളിയുടെ 2 ജനലുകളാണ് കൊടുത്തിട്ടുള്ളത്. സീലിംഗിൽ LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഈ ബെഡ്റൂമിൻ്റെ ബാത്റൂം ഒന്ന് കാണാം.
ഇവിടെയും സെറ ബ്രാൻഡിൻ്റെ സാനിറ്ററി ഫിറ്റിങ്സ് ആണ് ചെയ്തിട്ടുള്ളത്. അടുത്തായി നമ്മൾ കാണാൻ പോകുന്നത് കിച്ചണാണ്. ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിലല്ല ഈ വീടിൻ്റെ കിച്ചൺ ചെയ്തിട്ടുള്ളത്. താഴെയും മുകളിലുമായി കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. മൾട്ടിവുഡിലാണ് കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുള്ളത്. ഇവിടെയായിട്ടാണ് വർക്ക് ഏരിയ കൊടുത്തിട്ടുള്ളത്. വർക്ക് ഏരിയ ഷീറ്റിട്ടല്ല എടുത്തിട്ടുള്ളത്, കോൺക്രീറ്റിൽ തന്നെ വാർത്ത് കട്ട കെട്ടിയൊക്കെയാണ് വർക്ക് ഏരിയ പണിതിട്ടുള്ളത്. ഇവിടെയും 2 സിങ്കുകൾ കൊടുത്തിട്ടുണ്ട്. വർക്ക് ഏരിയ എടുക്കാനുള്ള സ്ഥലവും ഇവിടെ അവൈലബിൾ ആണ്. നമ്മളിനി കാണുന്നത് ഈ വീടിൻ്റെ മുകളിലെ കാഴ്ചകളാണ്. സ്റ്റെപ്പ് കൊടുത്തിട്ടുള്ളത് ഗ്രാനൈറ്റിലാണ്. സൈഡിൽ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഹാൻഡ് റെയിലാണ് കൊടുത്തിട്ടുള്ളത്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ ചെല്ലുന്നത് ഈ വീടിൻ്റെ അപ്പർ ലിവിങ് ഏരിയയിലേക്കാണ്. വലിയൊരു അപ്പർ ലിവിങ് സ്പേസ് ആണ് ഉള്ളത്. അപ്പർ ലിവിങ് സ്പേസിൻ്റെ 2 സൈഡിലുമായി 3 വാളിയുടെ 2 ജനലുകൾ കൊടുത്തിട്ടുള്ളത്. വലിയൊരു TV യൂണിറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പൂർണ്ണമായും വാസ്തു നിയമപ്രകാരമാണ് ഈ വീട് പണി കഴിപ്പിച്ചിട്ടുള്ളത്. മുകളിലത്തെ നിലയിൽ 2 ബെഡ്റൂമാണ് വരുന്നത്. ആദ്യത്തെ ബെഡ്റൂം നമുക്കൊന്ന് കാണാം. ഇവിടെയും 3 വാളിയുടെ 2 ജനലുകളാണ് 2 സൈഡിൽ കൊടുത്തിട്ടുള്ളത്. 3 ഡോറിൻ്റെ വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. മൾട്ടിവുഡിൽ പണിത വാർഡ്രോബാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വലിയൊരു ബെഡ്റൂമാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമാണ്. നമുക്കിനി ഈ ബെഡ്റൂമിൻ്റെ ബാത്റൂം ഒന്ന് കാണാം. ഇവിടെയും സെറ ബ്രാൻഡിൻ്റെ ഫിറ്റിങ്സ് ആണ് സാനിറ്ററി ആയിട്ട് ചെയ്തിട്ടുള്ളത്. നമുക്കിനി മുകളിലത്തെ നിലയിൽ 2ാമത്തെ ബെഡ്റൂം കാണാം. ഇവിടെയും 3 ഡോറിൻ്റെ വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. 3 വാളിയുടെ 2 ജനലുകളാണ് ഈ ബെഡ്റൂമിൽ കൊടുത്തിട്ടുള്ളത്. നമുക്കിനി ഈ ബെഡ്റൂമിൻ്റെ ബാത്റൂം ഒന്ന് കാണാം. ഇനി നമ്മൾ കാണുന്നത് ഈ വീട്ടിലെ യൂട്ടിലിറ്റി ഏരിയയാണ്. വലിയൊരു യൂട്ടിലിറ്റി ഏരിയയാണ് ഇവിടെ കിട്ടുന്നത്. വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ഇലക്ട്രിക് പോയിന്റ്, വാട്ടർ കണക്ഷൻ എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്തതായി കാണാൻ പോകുന്നത് ബാൽക്കണിയാണ്. വലിയൊരു ബാൽക്കണിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. യാതൊരുവിധ കമ്മീഷനും കൂടാതെ ഈ വീട് മേടിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഈ വീടിന് ബിൽഡർ ആവശ്യപ്പെടുന്ന പോലെ വെറും 75 ലക്ഷം രൂപ മാത്രമാണ്. 80% ലോണും ഈ വീടിന് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഈ വീട് മേടിക്കാൻ ലോൺ ആവശ്യമുണ്ടെങ്കിലും ഞങ്ങളത് അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. ആദ്യമായാണ് ഞങ്ങളുടെ ചാനൽ കാണുന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും 300 മീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം. കൂടാതെ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. 2018-19 കാലത്തെ വെള്ളപ്പൊക്കം ബാധിക്കാത്ത ഒരു പ്രദേശം കൂടിയാണിത്. കിഴക്കമ്പലം പഞ്ചായത്തിലാണ് ഈ വീട് വരുന്നത്. വീടിൻ്റെ 2 സൈഡിലും വഴിയാണുള്ളത്. ഒരു കോർണറിലായിട്ടാണ് ഈ വീട് ഇരിക്കുന്നത് കൊണ്ട് ഒട്ടും തിങ്ങി അല്ല ഈ വീട് ഇരിക്കുന്നത്. സാധാരണ നമ്മൾ വീടുകൾ കാണുമ്പോൾ എല്ലാ വീടുകളും ഒരുമിച്ച് ഇരിക്കുന്നത്. ഈ വീട് അങ്ങനെയല്ല, 2 സൈഡിലും വഴിയായതുകൊണ്ട് നല്ല സൗകര്യമുള്ള ഒരു വീടാണ്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം.